നമുക്കൊന്നും ഒരിക്കലും എന്താവാൻ പറ്റത്തില്ല. മമ്മൂക്കയോ ലാലേട്ടനോ സുരേഷ് ഗോപി ചേട്ടനോ ഈവൻ പൃഥ്വിരാജ്, ദിലീപ് അതൊന്നും നമുക്കാവാൻ പറ്റത്തില്ല. എനിക്കങ്ങനെ ആഗ്രഹങ്ങളുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഈ യൂത്തിനോടൊപ്പം കൂടെ നിന്ന് എങ്ങനെ പോകാം എന്നുള്ളതാണ്. പുതിയ തലമുറയിൽ നല്ല ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാർ, പെൺകുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഇവർ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിലെ കൗമാരപ്രായത്തിലൊക്കെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ അച്ഛനാവാൻ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഇപ്പം നസ്ലിൻ അങ്ങനെ അവരുടെയൊക്കെ ആ അച്ഛനെ ആ ക്യാരക്ടറൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലൂടെ മെസ്സേജുകൾ കൊടുക്കാം. അപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ ജിറ്റയും അതുപോലെ ഡയറക്ടർ റോഷനും ഈ കഥ എന്നോട് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് അവർ കണ്ടെത്തിയത് ഇത് കോളേജ് ബേസ്ഡാണ്, യൂത്തിൻ്റെ കോളേജ് ബേസ്ഡ് കഥയാണ്. അപ്പോൾ അതിനകത്ത് പ്രിൻസിപ്പൽ എന്ന അവരിപ്പം നമ്മളെ കുറച്ച് ഉയർത്തി കാണിക്കുക എന്നുള്ളതുകൊണ്ടാവും ആ ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒരു റോളാണ് തന്നത്. ഒരു സെൻട്രൽ ക്യാരക്ടറാണ്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂൾ കോളേജുകൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ അറിയാം, ഈ യുവത്വം എന്ന് പറയുന്നത് നിയന്ത്രണം വിട്ട യുവത്വമാണ് കുറച്ച് പേര്. നമ്മളെയൊക്കെ തന്ത വൈബ്, അധ്യാപകരെയൊക്കെ നിങ്ങൾ പറയുന്ന പേരെന്താ, തന്ത വൈബ്, തള്ള വൈബ്, ആ വൈബ്, ഈ വൈബ് എന്ന് പറയും. പക്ഷേ പലപ്പോഴും അധ്യാപകർ കുട്ടികളോട് ചില നോകൾ പറഞ്ഞിരുന്ന് അവരുടെ ഒരു വിജയത്തിനും അവർക്ക് അല്ലെങ്കിൽ കിരാതയിൽ അതിലെ കോളേജിലെ കുട്ടികൾക്ക് സംഭവിച്ച പോലെയുള്ള കുറേ സംഭവങ്ങൾ സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ടാണ്.